കോഴിക്കോട്ടെ കൊടുവള്ളി എന്ന പ്രദേശം അധോലോക കേന്ദ്രമായി മാറുകയാണോ? ക്രിമിനൽ സംഘങ്ങൾ മൂലം ഭയന്നു വിറച്ചാണ് പലരും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ നിന്ന് യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് റോഡരികിൽ ഉപേക്ഷിച്ചു. കിഴക്കോത്ത് സ്വദേശി മുഹമ്മദ് ജസീമാണ് ക്രൂരമായ അക്രമത്തിന് ഇരയായത്. സാരമായി പരിക്കേറ്റ ജസീമിനെ സുഹൃത്തുക്കളെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊടുവള്ളി കിഴക്കോത്ത് ഏളയത്തിൽ ചോലയിൽ മുഹമ്മദ് ജസീമിനെയാണ് മൂന്നംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ഏളയത്തിൽ വട്ടോളിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ജസീമിന്റെ കടയിലെത്തി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ജസീമിന്റെ കടയിൽ എത്തിയിരുന്ന ഒരു യുവതിയുമായി ബന്ധമുണ്ടെന്ന് മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അക്രമം. കാറിൽ കയറ്റി ഒരു ആള് കൊണ്ടുപോയി അവിടുന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവര് ഒരു കാര്യം വേറൊരാളെ ഒരു സദസ്സിൽ പോയിട്ട് പറയാൻ ആവശ്യപ്പെടുകയും അത് പറയില്ല പറഞ്ഞപ്പോൾ എന്നെ നല്ല രീതിയിൽ ആക്രമിക്കുകയും വാളും കത്തി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് പള്ളക്ക് കയറ്റിനൊക്കെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കത്തറമ്മൽ ഭാഗത്തെ ആളില്ലാത്ത വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇടതുകൈയിലെ എല്ലുകൾ പൊട്ടിയ നിലയിലാണ്. മുഖത്തെയും മൂക്കിന്റെയും എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. കഴുത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കത്തികൊണ്ടുള്ള മുറിവുണ്ട്. ആക്രമിച്ച ശേഷം ഇയാളെ താമരശ്ശേരിയിൽ എത്തിക്കുകയും അവിടെയുണ്ടായിരുന്നവരോട് അക്രമി സംഘം പറഞ്ഞ പോലെ പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. ജസീമിനെ കുളിപ്പിച്ച ശേഷം രക്തം പുരണ്ട വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചാണ് താമരശ്ശേരിയിൽ എത്തിച്ചത്. പിന്നീട് കത്തറമ്മൽ ഭാഗത്ത് തന്നെ ഇറക്കിവിട്ടു. ജസീം വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കളെത്തിയാണ് കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്. അക്രമി സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറി. സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 താമരശ്ശേരി.